ഹലോ, എല്ലാവർക്കും ജാമീസ് വേർഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ കറിയാണ്. നല്ല സ്വാദുള്ള, അതുപോലെ തന്നെ വളരെ എളുപ്പമായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചെമ്മീനെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ ചാറൊഴിക്കാം. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 തക്കാളിയാണ്. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 3 മുളകാണ്. നമ്മളിവിടെ സവാളയും തക്കാളിയും നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകിനെയും ഒന്ന് ചതച്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ച് നമുക്കെടുക്കാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്കൊന്ന് കടന്നാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് മൺചട്ടിയിൽ വെച്ചാലോ. ഇവിടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ഇടാം. അതുപോലെ തന്നെ ഉലുവ ഇടുന്നത് കൂടരുത്. കൂടിപ്പോയാൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് വരുന്നത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതിയാകും. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇടാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു മണം വരാൻ തുടങ്ങും. നമ്മുടെ കരിവേപ്പിലയും ഈ ടൈമിലാണ് ഇടാനുള്ളത്. അപ്പോൾ എല്ലാവരും കരിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇടണം. കരിവേപ്പിലയ്ക്ക് വല്ലാത്ത ടേസ്റ്റ് നമ്മുടെ കറികൾക്ക് കൊടുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും കരിവേപ്പില നന്നായി യൂസ് ചെയ്യുക. നമ്മുടെയൊക്കെ നാട്ടിൽ കരിവേപ്പില എന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇവിടെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഇതിനകത്തേക്ക് ഇടാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും വരെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ചിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇവിടെ ഇരുന്ന് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ചെമ്മീനെ ഫ്രൈ ചെയ്തെടുക്കാം. അവിടെ ചെമ്മീൻ നന്നായിട്ട് അരപ്പ് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും. ഒരുപാട് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് എണ്ണയാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന ചെമ്മീനും അതുപോലെ തന്നെ എന്തായാലും അത് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ മണവുമാണ്. എല്ലാവരും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളെല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാൻ. ചിലപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചെമ്മീനൊരു പ്രത്യേക മണമല്ലേ, അത് നന്നായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർക്കാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെ എല്ലാത്തിനെയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീനെ നമുക്കിതിനകത്തേക്ക് ഇടാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റോളം നമുക്കിതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ അടിപൊളി കറി ഇതുപോലെ ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും ചേരുന്ന നല്ല അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും.